മല്ലൻ വീഴുമ്പോൾ പിന്തിരിഞ്ഞ് ഓടുന്നവൻ ശരിയായ യോദ്ധാവ് അല്ല. ദാവീദ് ചുറ്റിയെറിഞ്ഞ കല്ലിനാൽ ഗോല്യാത്ത് വീണു. ഏറ് കൊണ്ട് വീണ ആഘാതത്താൽ ബോധരഹിതനായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ബോധം തിരിച്ചു വരാം. ഏറുകൊണ്ടതിൻ്റെ പ്രഹരമേറ്റതിൻ്റെ ഒരാഘാതം കുറയുമ്പോൾ ബോധം തിരിച്ചു വരാം. ആ സമയം കൊണ്ട് ദാവീദ് ചെയ്യുന്നത് എവിടെ വാള് കിട്ടും ഇവനെ വെട്ടാൻ എന്നാണ്. ബോധം ഉണരുന്നതിന് മുൻപ്, ഇവൻ എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് ഇവൻ്റെ തല വെട്ടിയെടുക്കാൻ വാള് എവിടെ കിട്ടും എന്നാണ് ദാവീദ് തിരയുന്നത്. ഒരു പ്രാർത്ഥനയിൽ പിശാച് വീണു, ഒരാരാധനയിൽ പിശാച് വീണു, ഒരു വചനധ്യാനത്തിൽ പിശാച് വീണു, ആത്മീയ പോരാട്ടത്തിൽ പിശാച് വീണു. അതിനർത്ഥം ഇനിയും എഴുന്നേൽക്കത്തില്ലെന്നല്ല, ഇനിയും നിന്നെ തകർക്കാൻ എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. അതിനു മുൻപ് ആത്മാവെന്ന വാളെടുത്ത് പിശാചിനെ വെട്ടാൻ സാധിക്കണം. ഗോല്യാത്ത് വീണ സമയത്തും ദാവീദ് വാളന്വേഷിക്കുന്ന സമയത്തിനുമിടയിൽ ഗോല്യാത്തിനൊപ്പം നാം വന്ന ഫെലിസ്ത്യ സൈന്യത്തെ ശ്രദ്ധിച്ചാൽ അവർ തങ്ങളുടെ മല്ലൻ വീണു എന്നറിഞ്ഞിട്ട് അവർ ഓടിപ്പോവുകയാണ് ചെയ്തത്. ദാവീദ് വാളന്വേഷിക്കുന്ന സമയത്തിൻ്റെ അല്പ സമയപരിധിക്കുള്ളിൽ വീണുപോയ തങ്ങളുടെ മല്ലനെ വാളിൻ്റെ വാഴ്ത്തലയിൽ നിന്ന് രക്ഷിക്കാൻ പിടിച്ചു മാറ്റുകയോ, തങ്ങളുടെ മല്ലൻ വീണെങ്കിലും തങ്ങളുടെ നായകനെ വീഴ്ത്തിയവനെ എൻ്റെ വാൾ ഉപയോഗിച്ച് എനിക്ക് ഒക്കുന്നതുപോലെ, എൻ്റെ പ്രാപ്തിക്കൊത്തതുപോലെ അവനോട് ഞാൻ പോരാടുമെന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ സ്വയരക്ഷയ്ക്കായി പിന്തിരിഞ്ഞു മാറുകയാണ് ചെയ്തത്. നല്ല ആരോഗ്യവും നല്ല ആത്മീയ ചൈതന്യവും ഉള്ള ഒരു വ്യക്തിയിലുള്ള സമയത്ത് ആ വ്യക്തിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ആ വ്യക്തി ബലഹീനനെന്ന് കാണുമ്പോൾ, ഒരു വ്യക്തി അശക്തനെന്ന് കാണുമ്പോൾ, പോരായ്മയുണ്ടെന്ന് കാണുമ്പോൾ പിന്തിരിഞ്ഞ് സ്വയരക്ഷയ്ക്കായി മാറിപ്പോകുന്ന വ്യക്തികൾ ശരിയായ യോദ്ധാക്കളല്ല. ആത്മബലവും ആരോഗ്യവും നിവർന്നു നിൽക്കാൻ ത്രാണിയുമുള്ളപ്പോൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ ആ വ്യക്തിക്കൊപ്പം വീഴ്ചയിൽ നിന്ന്, ആ വീഴ്ചയിലും അദ്ദേഹത്തിൻ്റെ തകർച്ചയിലും ഒപ്പം നമുക്ക് ലഭ്യമായ കൃപയ്ക്കൊത്തതുപോലെ ആ വ്യക്തിയെ താങ്ങി നടത്തുന്നതാണ് ശരിയായ യോദ്ധാവ്. ശരിയായ യോദ്ധാവ് അതാണ്. മല്ലൻ വീഴുമ്പോൾ വീണ മല്ലനെ രക്ഷിച്ചെടുക്കുകയും ആ മല്ലനെ വീഴ്ത്തിയവനെതിരെ പോരാടുകയും ചെയ്ത് വിജയം കൈവരിക്കാൻ ശ്രമിക്കുന്നവരാണ് ശരിയായ യോദ്ധാക്കൾ. ബലഹീനരായ ആളുകളെ ഒപ്പം ചേർന്ന് നമുക്ക് ലഭ്യമായ കൃപയ്ക്കൊത്തവണ്ണം താങ്ങി നിലനിർത്തുന്ന നല്ല യോദ്ധാക്കളായി ഈ കാലയളവിൽ നമുക്ക് മാറാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.